ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതി ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് 14ലേക്ക് മാറ്റിവെച്ചു. കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ശങ്കർദാസ് ബോധമില്ലാത്ത അവസ്ഥയിലാണെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ഫോട്ടോയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, KP ശങ്കർദാസ് അതീവ ഗുരുതരാവസ്ഥയിലാണ്, ബോധമില്ലാത്ത അവസ്ഥയിലാണ് എന്നൊക്കെയാണ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ. എന്താണ് ഈ ജാമ്യ ഹർജിയിൽ പറയുന്നത്? എന്താണ് കോടതിയിൽ സംഭവിച്ചത്? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിൽ KP ശങ്കർദാസ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ സുപ്രീം കോടതിയെ വരെ സമീപിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ ഇന്നാണ് പരിഗണിക്കാനിരുന്നത്. എന്നാൽ ഇത് പരിഗണിക്കുന്നത് വീണ്ടും 14-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയാണ്. നിലവിൽ അഭിഭാഷകൻ അറിയിച്ചിട്ടുള്ളത് ഈ KP ശങ്കർദാസ് ഇപ്പോൾ ബോധരഹിതനായിട്ടുള്ള അല്ലെങ്കിൽ ബോധമില്ലാത്ത ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ്. ഇതിന്റെ ഫോട്ടോ അടക്കം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ കോടതി ഇത് നോക്കിയ ശേഷം കൂടുതൽ റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഇത് വിശ്വാസയോഗ്യമാണോ എന്നുള്ളത് കോടതിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ രേഖകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക നിർദ്ദേശം ഈ അന്വേഷണ സംഘത്തിനും നൽകിയിട്ടുണ്ട്. അതായത് ഈ മെഡിക്കൽ റിപ്പോർട്ടുകളടക്കം പരിശോധിച്ച് മറ്റ് മെഡിക്കൽ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയുള്ള റിപ്പോർട്ട് കൂടെ ഹാജരാക്കണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും KP ശങ്കർദാസ് മുൻ ദേവസ്വം ബോർഡ് അംഗമാണ്. ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച നടന്ന സമയത്ത് അന്ന് ഈ ദേവസ്വം ബോർഡിലെ അംഗമായിരുന്ന ശങ്കർദാസിന്റെ പങ്ക് SIT കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ഈ കേസിൽ പ്രതി ചേർക്കുന്നത്. എന്നാൽ ഈ അറസ്റ്റ് വൈകുന്നതിൽ ഹൈക്കോടതിയുടെ അടക്കം വിമർശനം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. എന്തുകൊണ്ട് KP ശങ്കർദാസിനെ പോലെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യവും ഉയർന്നു നിന്നിരുന്നു. അതിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കോടതിക്ക് തന്നെ സംശയമുണ്ടായിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷകളെല്ലാം കോടതി തള്ളിയിരിക്കുന്നു. ഈ സുപ്രീം കോടതിയിലടക്കം സമർപ്പിച്ച ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്ന് കോടതി നിരീക്ഷണം നടത്തിയത് ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അത്തരത്തിലൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരുന്നു. പത്മകുമാറിന്റെ അടക്കം മൊഴിയിൽ ഈ ശങ്കർദാസിനെതിരെ മൊഴി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളും കൂടെ അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് പത്മകുമാർ അടക്കം മൊഴി നൽകിയിരുന്നു. എന്നാലും ഈ ശങ്കർദാസിലേക്ക് എത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഏറെ സമയം വേണ്ടി വന്നു എന്നുള്ളതാണ്. എന്നിട്ടും ശങ്കർദാസിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് 14-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അബോധാവസ്ഥയിലാണ് ശങ്കർദാസ് എന്ന് ചൂണ്ടിക്കാട്ടുന്ന ചില ചിത്രങ്ങളൊക്കെ മുൻകൂർ ജാമ്യ ഹർജിയോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്.